ഗാന്ധിയിലേക്കും അതുപോലെ തന്നെ വീർ സവർക്കറിലേക്കും വരുന്നതിന് മുൻപ് ഇന്നത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ്. ആ ആഘോഷം നടക്കുന്ന ചെങ്കോട്ടയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചല്ലോ. ആ ചെങ്കോട്ടയിലേക്ക് വരാതെ വിട്ടുനിന്ന പ്രതിപക്ഷ നേതാവുണ്ട്. അയാളുടെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. ഒരു പാർട്ടിയുണ്ട്, കോൺഗ്രസ്. വർഷങ്ങളായി ഭരിച്ചതാണ് ഇന്ത്യയെ. ആ പാർട്ടിയുടെ ഇന്നത്തെ നേതാവ് വന്ധ്യവയോധികനായ മല്ലികാർജുൻ ഖാർഗെ. അദ്ദേഹവും ഈ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുത്തിട്ടില്ല. സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരുമാണ്. സ്വാതന്ത്ര്യ സമരത്തോടും സ്വാതന്ത്ര്യ സമര സേനാനികളോടും എന്തിന് സ്വന്തം രാജ്യത്തോടും കൂറുണ്ടായിരുന്നെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവെന്നും കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ എന്നുമുള്ള രണ്ട് പദവികളെ ബഹുമാനിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവർ രണ്ടുപേരും ഇന്നത്തെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളിൽ അവിടെ ഉണ്ടാകുമായിരുന്നു. അതിൽ നിന്ന് വിട്ടുനിന്നതിലൂടെ അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ അപമാനിച്ചത്. ഇനി ഒരിക്കലും രാജ്യം ഭരിക്കാൻ യോഗ്യതയില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ ലക്ഷ്യം അവർ നിറവേറ്റിയാലും ഇവരാണല്ലോ അപ്പുറത്തുള്ളത് എന്ന് കരുതി ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് വിട്ടുനിന്നതിലൂടെ നമ്മൾ കാണുന്നത്. മാത്രമല്ല, ഇതൊരു ദേശീയ തലത്തിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങളിൽ എന്തിനാ റിപ്പോർട്ടറിന്റെ ആസ്ഥാനത്ത് വരെ രാവിലെ ദേശീയ പതാക ഉയർത്തിയത് എന്തുകൊണ്ടാണ്? ദേശീയ പതാകയെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾ പൊരുതി നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ്. വീടുകളിൽ പതാക ഉയർത്തിയവരുണ്ട്, സ്ഥാപനങ്ങളിൽ പതാക ഉയർത്തിയവരുണ്ട്. എന്തിനാ ദേശീയ പതാക എന്ന് സല്യൂട്ട് ചെയ്യാതെ രാവിലത്തെ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങിയിട്ടുള്ള ആരും തന്നെ ഉണ്ടാകില്ല. എൻ്റെ ദിവസം തുടങ്ങിയത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്വാതന്ത്ര്യ ദിനമെന്ന് പറയുന്നത് അത്രത്തോളം നമ്മൾ ഹൃദയത്തിലേക്ക് എടുക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ആ ഒരു രാജ്യസ്നേഹമോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനത്തിന്റെ മഹത്വത്തോടുള്ള ഒരു സ്നേഹമോ ഇല്ലാത്ത രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഇരുന്ന് പറയുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞു സമയം കളയേണ്ട ഒരു ഉത്തരവാദിത്വവും BJPക്കോ കേന്ദ്ര സർക്കാരിനോ നരേന്ദ്രമോദിക്കോ ഇല്ല എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്. അവർക്ക് ഈ പെട്രോളിയം മന്ത്രാലയത്തിന്റെ പോസ്റ്ററിലെ വീർ സവർക്കറിന്റെ സാന്നിധ്യത്തെ വിമർശിക്കാമായിരുന്നു. പക്ഷേ ഇന്നത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് ചെങ്കോട്ടയിൽ ഉണ്ടാകണമായിരുന്നു. എന്തുകൊണ്ടുണ്ടായില്ല? രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ അല്ല, RSSനെ കുറിച്ച് പറയുന്നു നേരത്തെ. അപ്പോൾ ഈ പ്രസംഗം അയച്ചു കിട്ടിയിരുന്നോ രാഹുൽ ഗാന്ധിക്ക്? അല്ല, സ്വാതന്ത്ര്യ ദിനത്തിന് അവിടെ പോകാത്തതിനെ ന്യായീകരിച്ച് വെറുതെ സ്വയം ചെറുതാകാതെ സ്ഥാനം എവിടെയായിരുന്നു എന്നതിന്റെ ചോദ്യത്തിലൂടെ വിഷയം ഗതിമാറ്റി വിടാതെ പരിപാടിക്ക് പോയില്ല എന്നതിന്റെ സ്വാതന്ത്ര്യ ദിനത്തോട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തോട് അത്രയേ മൂല്യമുള്ളൂ കോൺഗ്രസിന്. രാഹുൽ ഗാന്ധിക്ക് കൊടി ഉയർത്തിയിട്ടുണ്ട്. അവരുടെ അടുക്കളപ്പുറത്തല്ല കൊടി ഉയർത്തേണ്ടത്, ചെങ്കോട്ടയിൽ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കുന്ന ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുമ്പോൾ അവിടെ വരാത്ത പ്രതിപക്ഷ നേതാവിന് അധികാരമാണുള്ളത്. അതൊരു ദേശീയ ആഘോഷമാണ്. രാജ്യത്തിന്റെ ദേശീയ ആഘോഷം ലോകം മുഴുവൻ കാണുന്ന ഇടം ചെങ്കോട്ടയാണ്. അവിടെ വരാതെ മാറിയിരുന്ന് കുറ്റം പറയുന്ന, കൊതിക്കറിവ് തീർക്കുന്ന കോൺഗ്രസിന്റെ ആരോപണങ്ങളെ ആ വിലക്കുറവോട് കൂടി തന്നെ രാജ്യം കാണുകയുള്ളൂ. എന്തുകൊണ്ട് പങ്കെടുത്തില്ല? ആ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് പങ്കെടുത്തില്ല? മാഡം പറയുന്ന ഉത്തരമൊന്നും രാഹുൽ ഗാന്ധിയിൽ നിന്ന് കണ്ടില്ല. ഈ എക്സ്പോസ്റ്റിലും എല്ലാത്തിനും ഞാൻ എടുത്തു നോക്കി. അല്ലാത്തതിനൊക്കെ മുട്ടിന് വീഡിയോ ഇടുന്ന BJPക്കല്ല, ജനങ്ങൾക്ക്. എന്തുകൊണ്ട് പങ്കെടുത്തില്ല? ആരാണ് ജനമെന്ന് താങ്കൾക്ക് അറിയില്ലേ? രാജ്യത്തെ പൗരന്മാർ, അതാണ് രാജ്യത്തെ ജനമെന്ന് പറയുന്നത്. ഞാൻ പൂർത്തിയാക്കട്ടെ. പാകിസ്ഥാന്റെ പതാക ഉയർത്തുന്ന ദിവസമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ആഘോഷം. എൻ്റെ രാജ്യത്തിന്റെ പതാക ഉയർത്തുന്ന ഇന്നത്തെ ദിവസമാണ്. ഞാൻ പറയട്ടെ, താങ്കളൊന്ന് രാഹുൽ ഗാന്ധിയെ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ. എനിക്ക് അവസരം പറഞ്ഞതുകൊണ്ടാണ്. എന്തെങ്കിലും പറഞ്ഞിട്ടല്ല പോകുന്നത്. എനിക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണ്. രാഹുൽ ഗാന്ധി അവിടെ വന്നില്ല എന്ന് പറഞ്ഞ് ഉടനെ ചാടി വീണ് പറയുകയാണ് ഞങ്ങൾ അവിടെ പതാക ഉയർത്തി. അതാണ് ഞാൻ ചോദിച്ചത്, പാകിസ്ഥാനിലാണോ എന്ന്. അപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. എന്തായാലും ഇന്ന് പലതവണ മാഡം നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഞാൻ പൂർത്തിയാക്കാൻ എന്നെ അനുവദിക്കണം. നിങ്ങൾക്ക് പറയണമെങ്കിൽ പറഞ്ഞോളൂ, പറയൂ. അല്ല, മാഡം ആണല്ലോ മോഡറേറ്റർ. തുടർച്ചയായി ഇടപെട്ട് തടസ്സപ്പെടുത്തുന്ന മാഡത്തിന് ഞാൻ ബഹുമാനത്തോടെ പറയുന്നു. പാകിസ്ഥാന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഇടപെടേണ്ട സുജിയ. പ്രതിപക്ഷത്തെ ബഹുമാനമില്ലാത്ത പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നിടത്ത് പോകാൻ സ്വാതന്ത്ര്യം ഇല്ലാന്ന് ഇന്ത്യയില്. നരേന്ദ്രമോദി ഭരിക്കുന്ന സ്ഥലത്ത് സ്വാതന്ത്ര്യം ഇല്ല സുജിയ. കാര്യമില്ല. അതാണ് ഞാൻ പറയുന്നത്. പ്രതിപക്ഷ നേതാവായി എനിക്ക് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ എനിക്ക് സ്വാതന്ര്യമുണ്ട്. താങ്കളത് തെളിയിക്കണം. കള്ളവോട്ട് ചെയ്ത് അധികാരത്തിൽ വന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കേണ്ടത് അത് പ്രതിഷേധമാണ്. അതുകൊണ്ടാണ് ഇന്ദിരാഭവനിൽ പോയി പതാക ഉയർത്തിയത്. അത് ഇന്ത്യയിൽ തന്നെയാണ്, പാകിസ്ഥാനിലല്ല.
പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് പ്രതിപക്ഷ ബഹുമാനം കൊടുക്കാത്ത, പ്രതിപക്ഷ പാർട്ടികളെ ബഹുമാനിക്കാത്ത BJP-യെയും RSS-നെയും പുകഴ്ത്തിക്കൊണ്ട് ഈ പറഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ബന്ധമില്ലാത്ത RSS-നെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് അവിടെ പോയി പ്രതിപക്ഷ നേതാവ് ഈ കഥ കേൾക്കേണ്ട അവസ്ഥ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അപമാനമാണെന്ന്. അതിൽ നിന്ന് വിട്ടുനിന്ന് പിന്നെന്താണ് രാഹുൽ ഗാന്ധിയെ ബഹുമാനിക്കല്ലേ വേണ്ടത്? ആ സംവിധാനത്തിലേക്ക് വന്ന പ്രതിപക്ഷ നേതാവിനെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എന്താ ചെയ്തേ? നിങ്ങൾ എവിടെയാണ് സീറ്റ് കൊടുത്തത്? നിങ്ങൾ ഈ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള 100 കോടി ജനങ്ങളുടെ കൂടെ ഇരുത്തേണ്ട ആളല്ല ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. മുൻനിരയിൽ നിന്ന് ബഹുമാനിക്കാൻ കഴിയുമ്പോൾ മാത്രം വിളിക്കുക, അല്ലെങ്കിൽ വിളിക്കണ്ട. അതുകൊണ്ട് അവർക്ക് പറ്റില്ല, അവർ വിട്ടുവന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പാകിസ്ഥാനാണോ പതാകർത്തിയെന്നല്ല, ഇന്ത്യയിലെ ജനങ്ങളാണ്, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവാണ്, 240 MP-മാരുള്ള ഒരു പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹത്തെ ബഹുമാനിക്കാൻ കഴിയുന്നില്ല. അല്ല, നിങ്ങൾ ഒറ്റയ്ക്കൊന്നല്ലോ ഭരിക്കുന്നത്, നിങ്ങൾ 300 അതുപോലും അറിയില്ലേ? പാർട്ടിയുടെ എണ്ണം പോലും അറിയില്ല. സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിക്കാതെ പ്രധാനമന്ത്രി പ്രസംഗം നടത്തിയതാണോ? അവിടേക്ക് പോകാതിരുന്ന രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും വലിയ പാതകം. എന്റെ ഭാഗം ഞാൻ പൂർത്തിയാക്കട്ടെ. രാഹുൽ ഗാന്ധി പറഞ്ഞാൽ ഉടനെ ഇടപെടാനായിട്ട് സമയം തന്നതല്ല, നിങ്ങൾ ഇടപെട്ട് തടസ്സപ്പെടുത്തിയപ്പോൾ സുജയ മാന്യതയോടെ മിണ്ടാതിരുന്നതാണ്. കാരണം എന്റെ പ്രസ്ഥാനം എന്നെ, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ആശയം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് സഹിഷ്ണുതയോടെ കേൾക്കാനാണ്, അല്ലാതെ നിങ്ങളുടെ പ്രസ്ഥാനം ഏതാണെന്ന് എനിക്കറിയില്ല. പ്രസ്ഥാനമാണ്. ഞാൻ ദേശീയതയിൽ വിശ്വസിക്കുന്ന, ഈ രാജ്യത്തിന്റെ അഖണ്ഡതയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ രാജ്യമാണ് എന്റെ പ്രസ്ഥാനം. ക്ലിയർ ആയല്ലോ? പറഞ്ഞോട്ടെ. അപ്പോൾ ജനങ്ങളോട് പൈതൃകത്തെ ബഹുമാനിക്കണം എന്ന് നാഴികയ്ക്ക് 40 വട്ടം ഉരുവിടുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് പല നേതാക്കളുടെയും പ്രതികരണങ്ങളിൽ നിന്ന്, മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഇന്നത്തെ പ്രസംഗത്തിൽ നിന്നടക്കം എനിക്ക് ബോധ്യമായത്. പക്ഷേ ചെങ്കോട്ടയിലേക്ക് വരാതെ ഇവിടെ വലിയ കാര്യത്തിൽ പറഞ്ഞു ഇരിപ്പിടമില്ല എന്ന്. ഞാൻ കണ്ടത് ചെങ്കോട്ടയിലെ പരിപാടിയിൽ രാഹുൽ ഗാന്ധിയുടെ ഇരിപ്പിടം മുൻനിരയിൽ തന്നെയാണ്. അവിടെ ആ കസേരയിൽ രാഹുൽ ഗാന്ധി വന്നിരുന്നില്ല. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, വിഷ്വൽസ് ഉണ്ടല്ലോ. രാഹുൽ ഗാന്ധിക്ക് എവിടെയാണ് ഇന്ന് ഇരിപ്പിടം ഉണ്ടായിരുന്നത് എന്നത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ആ ഇരിപ്പിടത്തിലേക്ക് വന്നിരിക്കാതെ എന്നെ അവിടെ കൃത്യമായിട്ട് പ്രധാനമന്ത്രി ഞാൻ പറയട്ടെ മാഡം, ഇനി ഇടപെട്ടാൽ ഞാൻ അവസാനിപ്പിക്കും. ചർച്ചയിൽ സംസാരിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കും. കാരണം എൻ്റെ ആശയങ്ങൾക്ക് തുടർച്ചയില്ലാതിരിക്കാനായിട്ടുള്ള മനഃപൂർവ്വമായിട്ടുള്ള ബഹളം വെക്കലുകൾ സ്ഥിരം നടത്തുന്ന ഒരു പ്രവണത മാഡത്തിനുണ്ട്. അതുകൊണ്ട് എന്നെ പൂർത്തിയാക്കാൻ അനുവദിക്കണം. അല്ലാത്ത പക്ഷം ഞാൻ എൻ്റെ ടേൺ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാം. എന്ത് വേണം? ശരി, ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, രാഹുൽ ഗാന്ധിയെ അപമാനിച്ചു, അതാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നറേറ്റീവ്. രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയായിട്ട് ചെങ്കോട്ടയിൽ പതാക ഉയർത്തി നരേന്ദ്രമോദി നടത്തിയതുപോലെ 100 മിനിറ്റ് പ്രസംഗം നടത്തണമെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയാകണം. എന്തുകൊണ്ടോ പറ്റിയില്ല. ഭാവി പ്രധാനമന്ത്രിയായി ഇങ്ങനെ തുടരുകയാണ് രാഹുൽ ഗാന്ധി. എന്ത് ചെയ്യാനാ? ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ഇപ്പോൾ 12ാമത്തെ തവണയും 12ാമത്തെ വർഷവും പതാക ഉയർത്തി പ്രസംഗിച്ചു. അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് അവിടെ നരേന്ദ്രമോദി വന്ന് പതാക ഉയർത്തുന്നത്. അതിന് എത്രത്തോളം നിങ്ങൾ ബഹളം വെച്ചാലും അദ്ദേഹം പ്രധാനമന്ത്രി അല്ലാതായി മാറില്ല. അപ്പോൾ അതിനുടനെ വിഷയം കൊണ്ടുവരികയാണ്, വീർ സവർക്കറിലേക്ക് വരികയാണ്. ഇന്ന് RSS-നെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അതിൽ സമരസേനാനികൾക്ക് അപമാനകരമായ എന്ത് വാചകമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്? അദ്ദേഹത്തിന്റെ വാചകത്തിന്റെ ആ പ്രസംഗത്തിന്റെ ട്രാൻസ്ലേഷൻ ഞാൻ പറയാം. 100 വർഷം മുൻപ് ഒരു സംഘടന പിറന്നു. അതിനെ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നാണ് വിളിച്ചിരുന്നത്. അവർ എല്ലായ്പ്പോഴും രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളായിരുന്നു. സമൂഹത്തിന്റെ ക്ഷേമം ഹൃദയത്തിൽ കരുതിയവരാണ്. അങ്ങനെയല്ലേ RSS? ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികൾ തന്നെയാണ് RSS എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1925 സെപ്റ്റംബർ 27 മുതൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന 2025 ഓഗസ്റ്റ് 15 വരെയുള്ള സമയത്ത് രാജ്യത്തിന് വേണ്ടി തന്നെയാണ് RSS നിന്നിട്ടുള്ളത്, അല്ലാതെ വേറെ വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടിയല്ല. താങ്കൾക്ക് എതിർക്കണമെങ്കിൽ താങ്കൾക്ക് എതിർക്കാം. ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. RSS സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നു. RSS സ്വാതന്ത്ര്യ സമരത്തെ പൂർണ്ണമായും തുറന്നെതിർത്തു. അങ്ങനെയുള്ള ഒരു നറേറ്റീവ് കൊണ്ടുവരാനാണ് മനഃപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയ രീതിയിൽ കേരളത്തിൽ UDF-ഉം LDF-ഉം മാറി ഭരിക്കുന്ന കേരളത്തിൽ അത് നല്ല രീതിയിൽ ചെലവാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് മാത്രമല്ല, RSS-ന് അനുകൂലമായി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സോക്കോൾഡ് മാസ്റ്റേഴ്സിന് അത് ഇഷ്ടപ്പെടാതെ വരുമോ എന്നതുകൊണ്ട് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നറേറ്റീവ് ആവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിഷയം തന്നെ എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. കാരണം 1ഉം 2ഉം ലോകമഹായുദ്ധ കാലത്ത് റഷ്യൻ അലയൻസുമായിട്ട് ചേർന്ന് ബ്രിട്ടീഷുകാരോട് വലിയ ലോയൽറ്റി കാണിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് പറയില്ല. അവരെന്നാണ് പതാക ഉയർത്തി തുടങ്ങിയതെന്ന് പറയില്ല. RSS-നെ മാത്രം വേട്ടയാടുക, അതാണ് ഇവിടെ കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 കരിദിനമായി ആചരിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകൾ. അതും ചരിത്രത്തിലുണ്ട്, ചരിത്രത്തിന്റെ ഭാഗമാണ്. 100 വർഷമായ RSS-നെ പ്രധാനമന്ത്രി ഒരു സ്വയം സേവകനാണ്. RSS-ലൂടെയാണ് അദ്ദേഹം വന്നത്. RSS-കാർ തന്നെയാണ് ഇന്ന് കേന്ദ്ര സർക്കാരിലുള്ളത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വളർന്ന് പന്തലിച്ചിരിക്കുന്ന, ലോകം മുഴുവൻ നിൽക്കുന്ന ഒരു പ്രസ്ഥാനവും RSS ആണ്. അപ്പോൾ ആ RSS-നെ ഒന്ന് അക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ അതുടനെ സമരസേനാനികളെ അപമാനിച്ചതാണ് പ്രധാനമന്ത്രി എന്ന രീതിയിലേക്ക് ഒരു നറേറ്റീവ് കൊണ്ടുവരികയാണ്. അതിനുവേണ്ടി ഒരു പോസ്റ്റർ എടുത്ത് വെക്കുകയാണ്. ആ പോസ്റ്ററിൽ മഹാത്മാഗാന്ധിയെ ഒഴിവാക്കി അതിന് പകരം സവർക്കറെ കൊണ്ടുവച്ചിരുന്നെങ്കിൽ ഞാനും അതിനെ
മഹാത്മാഗാന്ധിനെ എതിർത്തേനെ. കാരണം മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ്. ഈ NDA സർക്കാർ വന്നതിന് ശേഷം ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമകൾ സ്ഥാപിക്കുകയും ഏറ്റവും കൂടുതൽ രാഷ്ട്രപിതാവിനെ അക്നോളജ് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തത് മോദി സർക്കാർ തന്നെയാണ്. നിങ്ങൾ ലോകമെമ്പാടും ഒന്ന് യാത്ര ചെയ്ത് നോക്കൂ. അവിടെയൊക്കെ മഹാത്മാഗാന്ധിയുടെ കൃത്യമായ പ്രതിമകൾ സ്ഥാപിച്ചതും അവിടെയൊക്കെ എങ്ങനെയാണ് അത് പരിപാലിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി സവർക്കർ ആന്റി നാഷണൽ ആണോ? സവർക്കർ ആന്റി നാഷണൽ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണോ? RSS ആന്റി നാഷണൽ ആണോ? ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നാഷണലിസ്റ്റ് ആയിട്ടുള്ള പ്രസ്ഥാനം തന്നെയാണ്. ഇതുവരെയും ആ കാര്യത്തിൽ ഒരു മാറ്റവും അവർ കൊണ്ടുവന്നിട്ടുമില്ല. ഇനി സവർക്കർക്ക് കോൺഗ്രസിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും നിങ്ങൾ കൊടുക്കണ്ടെന്നേ. ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റിന് ആവശ്യമില്ല. RSS പ്രസ്ഥാനത്തിന് VD സവർക്കറോട് വീർ സവർക്കർ എന്ന് വിളിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ അവർ അങ്ങനെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കും. അതിനിപ്പോൾ നിങ്ങൾ പറഞ്ഞതുകൊണ്ട്, നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഡിനേ ചെയ്തതുകൊണ്ട് അത് ഇല്ലാതാവുകയില്ല. ഇനി ഗാന്ധിവധത്തിൽ കുറ്റാരോപിതൻ മാത്രമാണ്, ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയാണ് വീർ സവർക്കറെ ചെയ്തത്. അതും നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം കോൺഗ്രസ് തന്നെ ഭരിക്കുമ്പോഴാണല്ലോ ജീവൻലാൽ കപൂർ കമ്മീഷൻ വരുന്നത്. ആ കമ്മീഷൻ വരുമ്പോഴും ഗാന്ധിവധത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ട് അതിലും നേരിട്ട് ബന്ധപ്പെടുത്തുന്ന തെളിവില്ല. ആ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് 1965 സെപ്റ്റംബർ 30. അതിലും ഗാന്ധിവധത്തിൽ VD സവർക്കറെ നല്ല രീതിയിൽ അന്വേഷിച്ച് പരിശോധിച്ച് നോക്കിയതാണ് ഈ കോൺഗ്രസ് സർക്കാർ തന്നെ. അപ്പോൾ ഒരു കാര്യവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നേരിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു തെളിവുമില്ല. കേവലം നിഗമനങ്ങൾ മാത്രമാണ്. അതിന് താഴെയുള്ള ഒരു വരി കൂടി വായിക്കണം. നിഗമനങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞാണ് അത് സമ്മപ്പ് ചെയ്തിരിക്കുന്നത്. ആ റിപ്പോർട്ട് മുഴുവൻ വായിച്ചത് തന്നെയാണ് ഞാനും ഇവിടെ ഇരിക്കുന്നത്. ജീവൻലാൽ കപൂർ കമ്മീഷനാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. ഇനി സവർക്കർ എവിടെയായിരുന്നു, സവർക്കർ ഇവിടെ ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്ന സമയമുണ്ടല്ലോ. 1905 ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന വിദേശ വസ്ത്ര ബഹിഷ്കരണ പ്രതിഷേധത്തിൽ പൂനെയിൽ പങ്കെടുത്തതിന് കോളേജിൽ നിന്ന്, ഫെർഗൂസൺ കോളേജിൽ നിന്ന് പുറത്താക്കിയ ഒരു ചരിത്രവും നിങ്ങൾ ഈ തള്ളി പറയുന്ന, ഒന്നിനും കൊള്ളാത്തവനെന്ന് പറയുന്ന VD സവർക്കർക്ക് ഉണ്ടെന്നത് മനസ്സിലാക്കണം. അതിനുശേഷമാണ് 1906 ലണ്ടനിലേക്ക് പോകുന്നത്. അവിടെ പോയി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്നെയാണ് ഫ്രീ ഇന്ത്യ സൊസൈറ്റി അവിടെ രൂപീകരിക്കുന്നത്. അതിന്റെ പ്രവർത്തനത്തിലടക്കം പങ്കാളിയാണ് സവർക്കർ. ബ്രിട്ടീഷ് സാമ്രാജ്യ വിരുദ്ധ പ്രക്ഷോഭത്തിനാണല്ലോ അറസ്റ്റിലായത്. മാപ്പിനെ കുറിച്ച് പറയുന്നപ്പോൾ എന്തിനാണ് ജയിലിലായത് എന്നതുകൂടി പറയാനുള്ള ഒരു മാന്യത കാണിക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എന്റെ അഭിപ്രായം. ലോക വിപണിയെ ഇന്ത്യ ഭരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ RSSനെ കുറിച്ച് പറഞ്ഞ 1.5 മിനിറ്റ് മാത്രം വിവാദമാക്കുകയും ബാക്കി 98 മിനിറ്റ് കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുന്നവരുടെ കാപട്യം ലോകം തിരിച്ചറിയണം. ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം കാലം മാറി എന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞില്ലെങ്കിലും മാഡം തിരിച്ചറിയണം എന്നുള്ളതാണ് എന്റെ. ഏതായാലും BJP-ക്കാർ പറഞ്ഞിട്ട് തിരിച്ചറിയാൻ ഉദ്ദേശിക്കുന്നില്ല. Meet the editors.